ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. യുവമനസ്സുകളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4594 കോടി രൂപയുടെ 4 പുതിയ സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ദേശീയ കായിക ഭരണ നിർവഹണ ബില്ലിനും ഉത്തേജക മരുന്ന് വിരുദ്ധ ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. വർഷകാല സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ആവേശത്തിൽ രാജ്യം. വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ദേശസ്നേഹത്തിന്റെ സന്ദേശമുയർത്തി ആഘോഷം. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജനസൗഹൃദ മുഖം നൽകാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള നറുക്കെടുപ്പ് നാളെ മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ. വാർത്തകൾ വിശദമായി. യുവമനസ്സുകളിൽ ശാസ്ത്രാഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് ഒളിമ്പ്യാഡിനെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആക്സിയം ദൌത്യത്തിൽ ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല നൽകിയ നിർണായക സംഭാവനകൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രചോദനം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു. I encourage you to think how we can work for the benefit of humanity. As we explore the universe, we must also ask, how can space science further improve lives of people on Earth? How can farmers be provided even better weather forecasts? The future of science is in your hands. 64 രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം പേർ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതോടെ ഇരുസഭകളും നിരവധി തവണ നിർത്തിവെച്ചു. പിന്നീട് നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ദേശീയ കായിക ഭരണ നിർവഹണ ബില്ലിനും ഉത്തേജക മരുന്ന് വിരുദ്ധ ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണനയ്ക്കെടുത്ത ബില്ലുകൾ കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയിരുന്നു. രാജ്യത്തെ കായിക സ്ഥാപനങ്ങളുടെ അംഗീകാരവും അവയുടെ നിയന്ത്രണവും ലക്ഷ്യമിടുന്നതാണ് കായിക ഭരണ നിർവഹണ ബിൽ. മത്സരങ്ങൾക്കിടെ ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നത് തടയാൻ ഒരു ഏജൻസിയും ഉത്തേജക മരുന്ന് വിരുദ്ധ ബോർഡും സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഉത്തേജക വിരുദ്ധ ഭേദഗതി ബിൽ. കായിക ഫെഡറേഷനുകളുടെ തെരഞ്ഞെടുപ്പിൽ സുതാര്യത കൊണ്ടുവരുന്നതിനും വനിതാ പ്രാതിനിധ്യം ഉയർത്താനും ബില്ലിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കായിക മേഖലയുമായി ബന്ധപ്പെട്ട ശക്തമായ നിയമനിർമ്മാണത്തിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷിക്കാൻ 3-അംഗ സമിതി രൂപീകരിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാർ, മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാസ്തവ, കർണാടക ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ BV ആചാര്യ എന്നിവർ ഉൾപ്പെടുന്നതാണ് സമിതി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 146 ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസുകൾ അംഗീകരിച്ചതായും സ്പീക്കർ സഭയെ അറിയിച്ചു. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 ലോക്സഭ പാസാക്കി. തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുക, സംയോജിത തുറമുഖ വികസനം പ്രോത്സാഹിപ്പിക്കുക, വ്യവസായങ്ങൾ എളുപ്പമാക്കുക, ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ പരമാവധി വിനിയോഗം ഉറപ്പാക്കുക എന്നിവയാണ് ബില്ലിന്റെ ഉദ്ദേശം. വിശദാംശങ്ങളിലേക്ക്. തുറമുഖങ്ങളുടെ ഫലപ്രദമായ നടത്തിപ്പിനായി സംസ്ഥാന മാരിടൈം ബോർഡുകൾ സ്ഥാപിക്കാനും തുറമുഖ മേഖലയുടെ ഘടനാപരമായ വളർച്ചയും വികസനവും ഉറപ്പാക്കാൻ മാരിടൈം വികസന സമിതി രൂപീകരിക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. തുറമുഖങ്ങളിലെ മലിനീകരണം, ദുരന്തങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ, സുരക്ഷ തുടങ്ങിയവയും ബില്ലിൽ പരാമർശിക്കുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിന് ഉതകുന്ന തരത്തിൽ ഇന്ത്യയുടെ സമുദ്രമേഖലയെ മാറ്റാനുള്ള സുപ്രധാന ഇടപെടലാണ് ഈ നീക്കമെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ദീർഘകാല ആസൂത്രണം, ആധുനിക പരിസ്ഥിതി സംരക്ഷണം, കാര്യക്ഷമമായ തർക്ക പരിഹാരങ്ങൾ എന്നീ കാലോചിത മാറ്റങ്ങൾ 1908 ഇന്ത്യൻ തുറമുഖ നിയമത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുള്ള സമയപരിധി ലോക്സഭ നീട്ടി നൽകി. 2025 ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയിൽ സമിതി റിപ്പോർട്ട് നൽകും. ഭരണഘടന 129 ഭേദഗതി ബിൽ 2024, കേന്ദ്രഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ 2024 എന്നിവയെക്കുറിച്ചുള്ള സംയുക്ത സമിതി റിപ്പോർട്ടിന്മേലുള്ള പ്രമേയം BJP MP PP ചൌധരി അവതരിപ്പിച്ചു. രാജ്യത്തെ 10,000-ലധികം
അടൽ ടിങ്കറിംഗ് ലാബുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അണിനിരത്തി നിതി ആയോഗ് മെഗാ ടിങ്കറിംഗ് ഡേ പരിപാടി സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായി ഒരേ സമയം വെർച്വലായി നടന്ന പരിപാടിയിൽ അടൽ ടിങ്കറിംഗ് ലാബുകൾ സജ്ജീകരിച്ച സ്കൂളുകളിൽ നിന്നുള്ള 4.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നവീന ആശയങ്ങളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്താൻ വരും തലമുറയെ പ്രാപ്തരാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജനസൗഹൃദ മുഖം നൽകാൻ സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹ വിരുദ്ധ ശക്തികളെ തിരിച്ചറിയുന്നതിനും ലഹരി മാഫിയയെ ഇല്ലാതാക്കുന്നതിനും വർഗീയ സംഘർഷങ്ങൾ തടയുന്നതിനും പോലീസും ജനങ്ങളും തമ്മിലുള്ള ഐക്യം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള നറുക്കെടുപ്പ് മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നാളെ നടക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ മാർഗനിർദ്ദേശപ്രകാരം 2026 വർഷത്തേക്കുള്ള അപേക്ഷകളിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആദ്യ പരിഗണന. തുടർന്ന് 2025 അപേക്ഷിച്ച് അവസരം ലഭിക്കാത്തവരെ പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ആവേശത്തിൽ രാജ്യത്തുടനീളമുള്ള വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ദേശസ്നേഹത്തിന്റെ സന്ദേശമുയർത്തി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ചണ്ഡീഗഡിൽ ഇന്ത്യൻ വ്യോമസേന തിരങ്ക ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കേരളത്തിൽ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിലെ വീടുകൾ സന്ദർശിച്ച് ത്രിവർണ്ണ പതാക കൈമാറി സ്വച്ഛ ഭാരത സന്ദേശമുയർത്തി സ്കൂളും പരിസരവും വൃത്തിയാക്കി. ഒഡീഷ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 4594 കോടി രൂപയുടെ 4 പുതിയ സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയ്ക്കായി സർക്കാർ ശക്തമായ ഒരു ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് നിർമ്മാണം 6 മടങ്ങ് വളർച്ചയോടെ അതിവേഗം മുന്നേറിയതായും കയറ്റുമതി 8 മടങ്ങ് വർദ്ധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. 2022 में जब सेमीकंडक्टर मिशन लॉन्च हुआ, माननीय प्रधानमंत्री जी का दूरदर्शी नेतृत्व है, जिसके तहत उन्होंने एक लॉन्ग टर्म स्ट्रैटेजी के तहत काम चालू किया और कंप्लीट इकोसिस्टम पे ध्यान देने का प्रधानमंत्री जी का हमेशा मार्गदर्शन रहा. तो अब कंप्लीट इकोसिस्टम डिजाइन, वेफर फैब्रिकेशन, पैकेजिंग, मैन्युफैक्चरिंग ऑफ कंपोनेंट्स, असेंबली, टेस्टिंग, फाइनल प्रोडक्शन, हर चीज पे इलेक्ट्रॉनिक्स के हर सेक्टर पे, हर डायमेंशन पे काम चल रहा है. ചാർബാഗ് മുതൽ വസന്ത് കുഞ്ച് വരെയുള്ള ലക്നൌ മെട്രോ പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. അരുണാചൽ പ്രദേശിലെ ഷിയോമി ജില്ലയിൽ നിർമ്മിക്കുന്ന 700 മെഗാവാട്ട് ശേഷിയുള്ള ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതിക്കും അനുമതിയായി. പൗരകേന്ദ്രീകൃത ഭരണത്തിന്റെ ആഗോള മാതൃകയായി സ്വാമിത്വ പദ്ധതി മാറിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സർവേ ഓഫ് ഇന്ത്യയുടെ ഉന്നതതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാമിത്വ പദ്ധതി, അമൃത് മിഷൻ, സ്മാർട്ട് സിറ്റികൾ എന്നിവയുൾപ്പെടെ നിരവധി മുൻനിര പദ്ധതികൾക്ക് സർവേ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യം സഹായകരമായതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. തമിഴ് ഭാഷയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. പ്രൊഫസർ DK ഗോപാലയ്യർ എഴുതിയ പുസ്തകം വീഡിയോ കോൺഫറൻസിലൂടെ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും തുടർന്നും സുപ്രധാന സംഭാവനകൾ നൽകിയ തമിഴ് എഴുത്തുകാർ, കവികൾ തുടങ്ങിയവരുടെ സാഹിത്യ ശേഖരം പുസ്തകത്തിലുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 368 പോയിന്റ് താഴ്ന്ന് 80,235-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 97 പോയിന്റ് നഷ്ടത്തിൽ 24,487-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 640 രൂപ കുറഞ്ഞ് 74,360 രൂപയും ഗ്രാമിന് 9,295 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. യുവ മനസ്സുകളിൽ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4,594 കോടി രൂപയുടെ 4 പുതിയ സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ദേശീയ കായിക ഭരണ നിർവഹണ ബില്ലിനും ഉത്തേജക മരുന്ന് വിരുദ്ധ ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. വർഷകാല സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ആവേശത്തിൽ രാജ്യം. വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ദേശസ്നേഹത്തിന്റെ സന്ദേശമുയർത്തി ആഘോഷം. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജനസൗഹൃദ മുഖം നൽകാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള നറുക്കെടുപ്പ് നാളെ മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.